ഹലോ എവരിവൺ, എല്ലാവർക്കും CHSL 2024 ഫൈനൽ ലാപ്പിലേക്ക് സ്വാഗതം. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി മിക്സ്ഡ് പ്രാക്ടീസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. CHSL വേണ്ടി ക്രാഷ് കോഴ്സിൽ നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്റർ എടുത്ത് അതിന്റെ മിനിമം 20 ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾക്ക് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവര് അത് മസ്റ്റായിട്ടും കാണേണ്ട കാര്യമാണ്. അത് മസ്റ്റായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിൽ നിന്നും വരുന്ന വിവിധ തരം ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മിക്സ്ഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സാമിന് പോകുമ്പോൾ റിയൽ എക്സാമിന് വരുന്ന ടൈപ്പ്, അതായത് റിയൽ എക്സാമിന് എങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇപ്പൊ റിയൽ എക്സാമിന് വരുന്നത് എങ്ങനെ ആയിരിക്കും? ഓരോ ചാപ്റ്റേഴ്സും മിക്സ് ചെയ്തായിരിക്കും. ഇപ്പൊ ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് വന്നാൽ പിന്നെ ട്രിഗ്നോമെട്രി, പിന്നെ ജോമെട്രി, അങ്ങനെ ഡിഫറെന്റ് ചാപ്റ്റേഴ്സിലേക്ക് നിങ്ങളുടെ മൈൻഡ് എന്ത് ചെയ്യണം? സ്വിച്ച് ചെയ്ത് പോകണം. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രാക്ടീസ് ആണ് ഈ മിക്സ്ഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞുള്ള ക്ലാസ്സുകളിൽ. ഏകദേശം 25 ക്വസ്റ്റ്യൻ, അതായത് കഴിഞ്ഞ CHSL 2023 ചോദിച്ചിട്ടുള്ള ഹാർഡസ്റ്റ് ആയിട്ടുള്ള 2 ഷിഫ്റ്റുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ മിക്സ്ഡ് പ്രാക്ടീസ് 1 എന്ന് പറഞ്ഞിട്ട് അതിലൊരു ഷിഫ്റ്റും, അതുപോലെ മിക്സ്ഡ് പ്രാക്ടീസ് 2 എന്ന് പറഞ്ഞിട്ട് അടുത്ത ഷിഫ്റ്റും നമ്മൾ ചെയ്യും. അങ്ങനെ 2 ക്ലാസ്സുകളായിട്ട് 50-ൽ പരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യും, അതും ഡിഫറെന്റ് ചാപ്റ്റേഴ്സിൽ. അപ്പൊ ഈ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ കണ്ടു തീർത്ത നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകളോട് ആവുമ്പോൾ എന്താവും? ഫുൾ സെറ്റ് ആവും. അപ്പൊ ഇത് കണ്ടിട്ടില്ലാത്തവര് ദയവായിട്ട് അത് മുഴുവൻ കാണുക. നിങ്ങൾക്ക് എന്ന് ജൂലൈ 1 എക്സാം തുടങ്ങുവാണെങ്കിലും അത് ഇനി ജൂലൈ 10 നിങ്ങൾ അത് മസ്റ്റായിട്ടും ആ ക്ലാസ്സുകളെല്ലാം, ക്രാഷ് കോഴ്സിലെ ക്ലാസ്സുകളെല്ലാം കണ്ടു തീർത്തിരിക്കണം. അതുപോലെ ഈ മിക്സ്ഡ് പ്രാക്ടീസ് 1 ആൻഡ് മിക്സ്ഡ് പ്രാക്ടീസ് 2 2 ക്ലാസ്സുകൾ, ഇന്നും നാളെ ആയിട്ടുള്ള 2 ക്ലാസ്സുകളും നിങ്ങൾ കാണണം. ഓക്കെ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് അതിന്റെ ഗുണം എന്തായാലും കിട്ടും. ബാക്കി ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബാക്കി ആൾക്കാർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് പലതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനർത്ഥം നിങ്ങൾക്ക് കട്ട് ഓഫ് കടക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോവാം. ഓക്കെ, ഇത് SSC CGL നോട്ടിഫിക്കേഷൻ വന്നാലും അറിഞ്ഞു കാണും. ഇപ്പൊ ദിശ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അതിലുള്ള CGL കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം അത് നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകളൊക്കെ കണ്ട് എടുക്കാവുന്നതാണ്. ഇതൊക്കെ ആ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ബാക്കി എക്സാംസിന്റെ കോഴ്സുകളും ഉണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്, കൊല്ലത്തും. ഓക്കെ, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ജൂലൈ 1 ഏകദേശം 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ പ്രിപ്പറേഷൻ എന്നുള്ള നിലയിൽ മോസ്റ്റ് എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് 25 ക്വസ്റ്റ്യനിൽ ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 30-ൽ താഴെയായിരുന്നു. അതായത് 50 മാർക്കിൽ ആൾക്കാർ 25 ക്വസ്റ്റ്യനിൽ 15 കുറവ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ചെയ്യാം? ഈസി ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ ക്രാഷ് കോഴ്സിൽ നമ്മൾ ചാപ്റ്റർ വൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് തോന്നും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം, നമ്മുടെ ഇത് എക്സാമിന്റെ പ്രാക്ടീസ് ആണല്ലോ. നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞാൽ എക്സാം ആണ്. നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ക്രാഷ് കോഴ്സ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ ആദ്യം ഇതിൽ എക്സാം ചെയ്തിട്ട് എക്സാമിന് നിങ്ങൾ പോകുമ്പോൾ അതല്ലേ നമുക്ക് വേണ്ടത്. എക്സാമിന് പോകുന്നതിന് 2 ദിവസം മുന്നേ എക്സാം ചെയ്തിട്ടല്ലേ വേണ്ടത്. അപ്പൊ എക്സാമിന് എങ്ങനെ ചെയ്യണം, പിന്നെ അതിന്റെ ഡീറ്റെയിൽ വഴിയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ sin θ + tan θ തന്നിട്ടുണ്ട്, tan θ - sin θ, അതായത് tan θ + sin θയും tan θ - sin θ ആണുള്ളത്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ സാറ്റിസ്ഫൈ ദ ഗിവൻ വാല്യൂസ് ഓഫ് P and Q. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് തീറ്റയ്ക്ക് വാല്യൂ ഇട്ട് കൊടുക്കാൻ എനിക്ക് തോന്നും. തീറ്റയ്ക്ക് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്തായി പോകത്തുള്ളൂ? ഇവിടെ 0 ഇട്ട് കൊടുത്താലും P യും Q യും 0 ആയി പോകും. അപ്പോൾ ഇതെന്താണ്? ഇത് നോർമൽ ആയിട്ടല്ല, ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ല. ഇത് എന്ത് ചെയ്യണം? നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ എന്ത് ചെയ്യണം? സ്കിപ്പ് ചെയ്യണം. ഫസ്റ്റ് റൗണ്ടിൽ സ്കിപ്പ് ചെയ്യണം. 7 വരണം, സ്കിപ്പ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ടുള്ള ടൈപ്പ് ആണെങ്കിൽ ഓക്കെ, ഇത് പുതിയൊരു ടൈപ്പ് ആണ്. നിങ്ങൾക്ക് വാല്യൂ 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്താവും? ഇത് 0, ഇത് 0, എല്ലാം P യും 0, Q യും 0. എല്ലായിടത്തും എന്ത് വരും? സെയിം വാല്യൂ വരും. ബാക്കി 90 നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ബാക്കി എല്ലാത്തിനും റൂട്ടും വരും. അതൊക്കെ നിങ്ങൾ മൈൻഡിലൂടെ പോകണം. അപ്പൊ ഇനി നമുക്കിത് എക്സാമിന് തരില്ല. എക്സാമിന് നിങ്ങൾ ഇനി സെക്കൻഡ് റൗണ്ട് വരുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം? എങ്ങനെ ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇവിടെ എല്ലാത്തും P² - Q² ഉണ്ട്. ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ P² - Q² നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് tan θ + sin θ, tan θ - sin θ. ഞാൻ ആദ്യം എക്സാമിന് എന്റെ ക്ലാസ്സുകൾ കണ്ടു പഠിച്ച ഒരാൾ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത്? ഇപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല. എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ഫൗണ്ടേഷൻ ക്ലാസ്സിലും നമ്മളുടെ മാത്സിന്റെ ക്ലാസ്സിലും ചെയ്ത മെത്തേഡ് വെച്ച് നമ്മൾ എങ്ങനെ ഇത് ഈസി ആയിട്ട് ചെയ്യും. അപ്പം tan + സൈനും tan - സൈനും ഇതിന്റെ സ്ക്വയർ P² - Q² രണ്ടിന്റെ എന്ത് വേണം? സ്ക്വയറിന്റെ ഡിഫറൻസ് വേണം. അതായത് tan + A + B² - A - B² എന്ന് പറഞ്ഞാൽ 4 × AB ആണ്. -1 വരില്ല. 4 × AB എന്ന് പറഞ്ഞാൽ 4 × tan θ × sin θ. tan θ × sin θ ഞാൻ T × S എന്ന് എഴുതുള്ളൂ. അതാണ് P² - Q² വരുന്നത്. P² + Q² അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേറെ വഴിയൊന്നുമില്ല. ഈക്വൽ ടു, ഇനി ഇവിടെ എന്ത് വേണം? ഇവിടെ
ടി സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയർ ഈക്വൽ ടു 4pq. നമുക്ക് pq ആണോന്നും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ വഴി ചെക്ക് ചെയ്യുന്നതായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് പരിപാടി. അപ്പോൾ ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ 4 into root pq. റൂട്ട് pq എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ടാൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, ടാൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു ടാൻ തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ ഞാൻ ഇതെല്ലാം മൈൻഡിലാണ് ചെയ്യുന്നത്. അത് എക്സാം മെത്തേഡാണ് പറയുന്നത്. ഇത് എഴുതി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. പഠിച്ചിട്ട് പോയിട്ട് ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ സൈൻ സ്ക്വയർ കോമൺ എടുത്തു. അപ്പൊ 1 ബൈ കോസ് സ്ക്വയർ വേണം എനിക്ക്. സൈൻ സ്ക്വയർ ബൈ കോസ് ആണ് ടാൻ സ്ക്വയർ. 1 ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർ ആണ്, മൈനസ് 1 എന്ന് വരും. സി സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ തീറ്റ ആണ്. എന്ത് വരും ഇവിടെ? 4 into സൈൻ സ്ക്വയർ ഇൻറ്റു ടാൻ സ്ക്വയർ. റൂട്ടിന് കൊടുത്തുമ്പോൾ സൈൻ ഇൻറ്റു ടാൻ അല്ലെങ്കിൽ ടാൻ ഇൻറ്റു സൈൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നമ്മൾ ആൻസർ ചെയ്താണ് ഓപ്ഷൻ എ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ്. ഞാൻ എത്ര കുറച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കും. അപ്പൊ ഇങ്ങനത്തുള്ള പ്രാക്ടീസ് ഇപ്പൊ നിങ്ങൾ ഈ എക്സാം ആയിക്കോട്ടെ CGL ആയിക്കോട്ടെ, ഇങ്ങനത്തുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. ഒരിക്കലും നിങ്ങൾക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതിന് നല്ല സമയമെടുക്കുന്ന മെത്തേഡ്സ് ആണ് വേറെ പറയുന്നത്. നോക്ക് ഇവിടെ നോക്ക്. ഇവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്താ? പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ. അത് കുഴപ്പമൊന്നുമില്ല. 4 into ടാൻ തീറ്റ സൈൻ തീറ്റ. ഇവിടെ ചെയ്ത എന്താ? 4 into a plus b into a minus b, tan theta plus sin theta, tan theta minus sin theta, a plus b into a minus b, a square minus b square, tan square theta minus sin square theta. അപ്പൊ tan square എന്ന് പറഞ്ഞാൽ sin square by cos square ആണ്. സൈനിങ് കോമൺ എടുക്കുമ്പോൾ sin square കോമൺ എടുക്കുമ്പോൾ ഇത് 1 by cos ആവും. അതാണ് sec square എന്ന് എഴുതിയത് -1. നമ്മൾ പഠിച്ചിട്ടുണ്ട് c square theta minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? tan square theta ആണ്. അല്ലെങ്കിൽ cos square theta minus 1 എന്ന് പറഞ്ഞാൽ cot square theta ആണ്. അതെല്ലാം നമ്മുടെ ട്രിഗണോമെട്രിയുടെ ബേസിക് ക്ലാസ്സുകളുണ്ട്. എല്ലാത്തിന്റെയും ക്ലാസ്സുകൾ നിങ്ങൾ ആ ക്രാഷ് കോഴ്സ് കാണുമ്പോൾ അതിനകത്ത് ഞാൻ എല്ലാം പറയുന്നുണ്ട്. ഏതൊക്കെ ബേസിക് ക്ലാസ്സുകൾ കാണണം അതെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്തത്? ഇത് 4 tan theta sin theta. അപ്പൊ ഇതിനുള്ള അല്ലാത്ത മെത്തേഡ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രൂട്ട്സ് എല്ലാം ഇത്രയും ബനാന ഇത്രയും രൂപയ്ക്ക് വാങ്ങി. സം ഓഫ് ദീസ് ബനാനാസ് റോട്ടൺ ആണ്, എറിഞ്ഞു കളഞ്ഞു. ഈ സെൽ ദ റിമൈനിങ് ബനാനാസ് ഇത്രയും ആൻഡ് മേക്സ് എ പ്രോഫിറ്റ് ഓഫ് ഇത്രയും. വാട്ട് ഈസ് എ പെർസെന്റേജ് ഓഫ് വാട്ട് പെർസെന്റേജ് ഓഫ് ബനാനാസ് ഈസ് ത്രോൺ അവേ? എത്ര പെർസെന്റേജ് ബനാന കളഞ്ഞു? അപ്പൊ ഇതിന്റെ എക്സാം മെത്തേഡ് ഞാൻ എങ്ങനെ ചെയ്യുന്നത്? 396 ലാഭം, വാങ്ങിയത് ഇത്രന് 1596 ആണ് അയാൾക്ക് ടോട്ടൽ കിട്ടിയ പൈസ. 3.5 വെച്ച് വിറ്റു. എല്ലാം 3.5 വെച്ച് വിറ്റു. അങ്ങനെയാണെങ്കിൽ അയാൾ വിറ്റ മാങ്ങയുടെ എണ്ണം കിട്ടും, ഫ്രൂട്ടിന്റെ ബനാനയുടെ എണ്ണം കിട്ടും. 3.5 എന്ന് പറഞ്ഞാൽ 7/2 ആണ്. 7 വെച്ച് കിട്ടുമ്പോൾ 2, 19 2, 8, 222 എന്ന് പറയുമ്പോൾ 456 ആണ്. അതായത് 450 ഉള്ളിടത്ത് 456 അയാൾ വിറ്റോളൂ. എത്രയാണ് ഡിഫറൻസ്? 24. 24 കളഞ്ഞു. 24 കുറവ്. 24 എന്ന് പറഞ്ഞാൽ ഇതിന് 5%. ഓപ്ഷൻ സി ആണ് മാത്സ് മാർക്ക് ചെയ്തു. എന്റെ പേപ്പറിൽ, എന്റെ റഫ് ഷീറ്റിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ക്ലാസ് കണ്ട് പഠിച്ച ബേസിക് മുതൽ കണ്ടുവരെ കാര്യമാണ് പറയുന്നത്. ഇത്രയും സംഭവം കാണാവും. ഇങ്ങനെ ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ അയാൾക്ക് ഫുൾ മാർക്കും ഉറപ്പാണ്. ഫുൾ മാർക്കും വാങ്ങുന്ന മെത്തേഡ്സ് ഞാൻ കാണിച്ചു. ഇത് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ട് CHSൽ വന്ന ഷിഫ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്ക്. ഇവിടെ ഞാൻ ഡീറ്റെയിൽ മെത്തേഡ് പറയാം. ഡീറ്റെയിൽ മെത്തേഡ് നമ്മുടെ എക്സാം മെത്തേഡ് ഇതാണ്. എക്സാം മെത്തേഡും EM എന്ന് എഴുതുന്നു, ഡീറ്റെയിൽ മെത്തേഡ് DM എന്ന് എഴുതുന്നു. അതാണ് നമ്മളെ ബേസിക് മെത്തേഡ്. ഓക്കെ, അപ്പൊ ബേസിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? 450 എണ്ണം ഇത്രയും രൂപയ്ക്ക് വാങ്ങി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ബേസിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ കുറെ സ്റ്റെപ്പ് ഒക്കെ സ്കിപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും. റിമൈനിങ് ബനാനസ് 3.5 വെച്ച് വിറ്റു. ഇത്രയും പ്രോഫിറ്റ് കിട്ടി. അതായത് അയാൾക്ക് കോസ്റ്റ് പ്രൈസ് ഇതാണെങ്കിൽ ഇത്രയും പ്രോഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ അയാൾ വിറ്റ പൈസ എത്രയാണ്? 1596, 1200, 396. അപ്പൊ നിങ്ങൾ എത്ര പേര് ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. മാത്സിന്റെ എക്സസൈസ് ചെയ്താൽ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. അല്ലെങ്കിൽ വേറെ പഠിച്ച ആൾക്കാരടുത്ത്, ചെയ്യുന്ന ആൾക്കാരടുത്ത് ചോദിച്ചാൽ മതി അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പൊ 1596. അപ്പൊ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? CHSന്റെ ക്രാഷ് കോഴ്സ് ക്ലാസ് എടുത്തും കണ്ടാൽ മതി. അതിനകത്ത് എല്ലാം പറയുന്നു. ഓക്കെ, 1596 രൂപയാണ് എന്ത് ചെയ്തത്? അയാൾക്ക് വിറ്റപ്പോ കിട്ടിയത്. അപ്പൊ അയാൾ വിറ്റ സമയത്ത് 3.5 രൂപയ്ക്കാണ് ഓരോ പഴത്തിനും 3.5 രൂപയ്ക്കാണ് എന്ത് ചെയ്തത്? വിറ്റത്. എത്ര വിറ്റ് കാണും? ടോട്ടൽ ഇത്രയും പൈസ കിട്ടി. ഒരെണ്ണത്തിന് 3.5 വെച്ചാ വിറ്റത്. അപ്പൊ ഇതേ ബൈ 3.5 ആണ് 7/2. 2 അങ്ങ് മേളിൽ കയറി. നമുക്ക് എത്ര കിട്ടിയത്? 456 കിട്ടി. 456 അയാൾ എന്ത് ചെയ്തു? വിറ്റു. 480 ഉള്ള സ്ഥലത്ത് 456 വിറ്റു. എത്രയാണ് കുറവ് വന്നത്? 24 ആണ്. 456 4 കൂട്ടി 460, പിന്നെ 24 കുറവ് വന്നത്. അപ്പൊ 480 10% 48 ആണ്. 5% 24. അപ്പൊ ഇതൊക്കെ പെർസെന്റേജിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ സത്യസന്ധമായിട്ട് ക്ലാസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അതെന്താവും? സെറ്റ് ആവും. 5%. പിന്നെ എത്ര സമയം വേണമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, 5 സെക്കൻഡും 10 സെക്കൻഡും ഒക്കെ എടുക്കുന്നത് നിങ്ങളുടെ പ്രാക്ടീസിന് അനുസരിച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ ആൻ ഐറ്റം ഹാവിംഗ് എ മാർക്കറ്റ് പ്രൈസ് ഇത്രയാണെങ്കിൽ രവിക്ക് സക്സീഡ് ഡിസ്കൗണ്ട് ഇതും കിട്ടി, ഇതും കിട്ടി. പ്രഭാതിന് 40 ആണ് കിട്ടി. ഹൂ പെയ്ഡ് മോർ ഓഫ് ദ ഐറ്റം ആൻഡ് ബൈ ഹൗ മച്ച്? ഈ ക്വസ്റ്റ്യൻ ഞാൻ ഈ ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? 500 രൂപയാണ് മാർക്ക് പ്രൈസ്. 36, 5, 41, 1.8, 0.8 പറയുമ്പോൾ 4. ആരാണ് കൂടുതൽ? ആദ്യത്തെ ആളാണ് രവി. ഓപ്ഷൻ എ. എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ ഞാൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തത്. ഇത് എക്സാം മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ പെൻ ഫ്രീ. അപ്പൊ ഇനി എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ മെത്തേഡ് എന്ന് പറയുന്നത്? പെൻ ഫ്രീ ആയിട്ട് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 500 രൂപ മാർക്ക് പ്രൈസ് ആണ്. ഒരു ഡിസ്കൗണ്ട് 40%.
അപ്പൊ സക്സീവ് ഡിസ്കൗണ്ട് ഓഫ് 36 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 36 പ്ലസ് അതിന്റെ സക്സസീവ് എന്ന് പറഞ്ഞാൽ 36 5 41 മൈനസ് അത് പഠിപ്പിച്ചിട്ടുണ്ട്, ഡിസ്കൗണ്ട് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു ബേസിക് ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ക്രാഷ് കോഴ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 36 180 ആണ് 1.8, 41 1 പോയാൽ 40, പിന്നെ 30 പോയിന്റ് അതൊന്നും ചെന്ന ആവശ്യമില്ല, കാര്യം ഡിഫറൻസ് വെച്ചേക്കും. ഇവിടെ 40 ഇവിടെ 41 1.8, അപ്പൊ 40 ഇതുമായിട്ടുള്ള ഡിഫറൻസ് എത്ര? 0.8 ആണ് ഡിഫറൻസ്. അപ്പൊ 0.8 ആണ് ഡിഫറൻസ് വരുന്നത്. അതായത് ഇയാൾക്ക് 39.2% ഡിസ്കൗണ്ടേ കിട്ടിയുള്ളൂ, രണ്ടാമത്തെ ആൾക്ക് 40% ഡിസ്കൗണ്ട് കിട്ടി പ്രഭാത്. അപ്പൊ എത്രയാണ്, ആരാണ് കൂടുതൽ പൈസ കൊടുത്തത്? കുറച്ച് ഡിസ്കൗണ്ട് കിട്ടിയ ആൾ അല്ലെ. ഒരുത്തിന് കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടി, മറ്റവന് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടിയുള്ളൂ. എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട് കുറച്ച് കിട്ടിയത്? 0.8%. അത്ര എന്ത് ചെയ്യും? മറ്റവൻ കൂടുതൽ അടയ്ക്കും. അപ്പൊ ഇതിന്റെ 0.8 എന്ന് പറഞ്ഞാൽ 8 5 40, അല്ലെങ്കിൽ 8 5 40 അല്ലെങ്കിൽ 4. നോൺ സീറോ ഡിജിറ്റ് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. അപ്പൊ ആൻസറിന്റെ നോൺ സീറോ ഡിജിറ്റ് 4 ആയിരിക്കും. കൂടുതൽ പൈസ കൊടുത്ത ആളായിരിക്കും ഓപ്ഷൻ ആദ്യത്തെ ആളായിരിക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ്, ഇതൊക്കെ പ്രാക്ടീസിലൂടെ വരുന്നതാണ്. മെത്തേഡ് ഉണ്ട്, അതിലൂടെ പ്രാക്ടീസ് ഉണ്ട്, നമ്പേഴ്സിന്റെ റിലേഷൻ ഉണ്ട്. എന്നാണുള്ളത്? കൺസെപ്റ്റ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ പ്രാക്ടീസ് ഉണ്ട്, അതുപോലെ നമ്മുടെ സ്പീഡ് ഉണ്ട്. ഓക്കെ, ഇതിനെല്ലാം വേണ്ടിയുള്ള കാര്യങ്ങൾ, കൺസെപ്റ്റും ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാം. ഇതിന്റെ ക്രാഷ് കോഴ്സ് ആണ്, യൂട്യൂബിലെ ക്ലാസ് ആണ്, സ്പീഡിന് വേണ്ടി ഡെയിലി എക്സസൈസ്. അപ്പൊ ഇത് മൂന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫുൾ മാർക്ക് വാങ്ങുന്നതിൽ നിന്ന് തടയാൻ ഒന്നിനും പറ്റും. അപ്പൊ ഇത്രയും ക്വാളിറ്റി നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല, നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു ക്രാഷ് കോഴ്സ് പോയി കാണാം. തീറ്റ അക്യൂട്ട് ആംഗിൾ ആണ്, സൈൻ തീറ്റയുടെ വാല്യൂ വന്നിട്ടുണ്ട്, വാട്ട് ഈസ് വാല്യൂ ടാൻ തീറ്റ. ഇത് എക്സാം ഞാൻ കാണുവാണെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ ആണ്. ഇപ്പൊ ടാൻ തീറ്റയ്ക്കകത്ത് മേളിൽ പെർപെൻഡിക്കുലർ ആണ്, 21 മേളിൽ വരുന്ന ഓപ്ഷൻസ് കഴിഞ്ഞു. എന്റെ പെൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് ഹാർഡസ്റ്റ് ഷിഫ്റ്റ് ആയെന്ന് എനിക്കറിയില്ല. ഇനി അല്ലാതെ എന്റെ ഒറിജിനൽ മെത്തേഡ് എന്താ? സൈൻ തീറ്റ അറിയെങ്കിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ്. പെർപെൻഡിക്കുലർ 21 ആണ്, ബേസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടൻസിന്റെ സ്ക്വയർ മൈനസ് പെർപെൻഡിക്കുലർ സ്ക്വയർ, റൂട്ട് ഓഫ് 25ന്റെ സ്ക്വയർ മൈനസ് 21ന്റെ സ്ക്വയർ, അതായത് 25 a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് 25 21 46 ഇൻറ്റു എ മൈനസ് 4 2 റൂട്ട് 46. 2 റൂട്ട് 46 അവിടെ ഉണ്ട്, ഓപ്ഷൻ സി. ഇത് പെൻ എടുക്കേണ്ട ആവശ്യമില്ല, പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യേണ്ട ദിവസം. അടുത്ത ദിവസം സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി 6 years at the rate of 15% per annum is ഇത്രയും ലെസ് ദാൻ സിമ്പിൾ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ സെയിം സം 9 years 18 per annum. വാട്ട് ഈസ് എ സം? ഇത് ഞാൻ എന്ത് പെൻ എടുക്കുക ചെയ്യും? ഇവിടെ 90% കിട്ടും, ഇവിടെ 90ഉം 18 90 കഴിഞ്ഞു, ബാക്കി 8 9 72. അപ്പൊ ഡിഫറൻസ് എത്രയാണ്? 72 ആണ് അല്ലേ. 19 90, അതും ഇവിടുത്തെ 90 ആയിട്ടും മാറിപ്പോയി. എക്സ്ട്രാ എടുക്കുന്ന എത്ര? 8 9 72. 72% ഓഫ് ദാറ്റ് മണിയാണ് എന്തെന്ന് പറയുന്നത്? കുറവെന്ന് പറയുന്നത്. 72% ഇവിടെ കുറവ് വന്നത്, ഇവിടെ കൂടുതൽ വന്നത്. അപ്പൊ അത് 1440 ആണെന്ന് പറയുന്നത്. 72% ഓഫ് ദാറ്റ് സം ആണ് ഇത്രയും. 72 ഗുണം 2 ആണ്, സം എന്ന് പറഞ്ഞാൽ 100% ആണ്. അപ്പൊ നമ്മുടെ ആൻസറിനകത്ത് എന്ത് കാണും? 2 കാണും. അങ്ങനെയുള്ള ഓപ്ഷൻ ഇത് എന്താണ്? അപ്പൊ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാര്യം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്രാഷ് കോഴ്സ് നിങ്ങൾ എടുത്ത് കാണും. അതുകൊണ്ടാണ് ചാപ്റ്റർ വൈസ് അവിടെ ചെയ്തത്. ഇത് മിക്സ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്. അത് ഞാൻ ക്ലിയർ ആയിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്, ബേസിക് എന്താണ്, കാര്യം എന്താണ് എല്ലാം പറയുന്നുണ്ട്. അത് പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഈ ഒരു ക്ലാസ് കണ്ടുകൊണ്ട് മാത്രം, ആദ്യമായിട്ട് വന്ന് ഈ ഒരു ക്ലാസ് മാത്രം കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ എക്സാമിന് പോയി ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റില്ല. അതിന് ബേസ് വേണം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ലാപ്പാണ്. ഇതുവരെ പഠിച്ച ക്രാഷ് കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ അത് ചെയ്യണം, എങ്ങനെ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കത് കാണാവുന്നതാണ്, ക്ലാസ്സുകളെല്ലാം അവിടെ അവൈലബിൾ ആണ്. അടുത്ത ദിവസം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഞാൻ ഇത് പേൻ എടുക്കാൻ കാര്യം ഡിനോമിനേറ്റർ നോക്കും. ആദ്യം നോക്കും ഡിനോമിനേറ്റർ ആണ്. ഓപ്ഷനകത്ത് സെഡ് എന്ന് പറയുന്ന സാധനമില്ല, തീറ്റയിൽ ഡിപ്പെൻഡന്റ് അല്ല, സെഡിൽ ഡിപ്പെൻഡന്റ് ആണ്. 90 വാല്യൂ കൊടുക്കും, 90 കൊടുക്കും, അടിയിൽ 0 വരുന്നതാണ്. ഈ സെഡിന് 90 കൊടുക്കുമ്പോൾ ഇത് 1 ആയി, 3 ഇൻറ്റു ഇത് 1 1 പ്ലസ് 1 2, കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആണ്, കോസ് 90 0 ആണ്, സൈൻ 90 1 ആണ്. അപ്പോൾ 3 ഇൻറ്റു 2 6 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ അടുത്ത പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. എത്ര ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയെന്ന് നിങ്ങൾ നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ റിമൈൻഡർ ഓഫ് ദ ടൈം, ഇതിന്റെ റിമൈൻഡർ ആണ്. അപ്പോൾ 9നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടുന്നത്? 3 ആയിട്ട്. 9ന്റെ സ്ക്വയറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ 9 സ്ക്വയർ 81, 81നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 78 വരെ പോകും, ബാക്കി 3 വരും. അപ്പൊ എല്ലായിടത്തും എന്ത് തന്നെ വരുന്നത്? 3 തന്നെ വരുന്നത്. അങ്ങനെ എത്ര 3 വരും? 3 ഇൻറ്റു എത്ര? 1 2 3 4, അങ്ങനെ 2n + 1 ഐറ്റംസ് ഉണ്ട്. അപ്പൊ എല്ലാത്തിനും എന്ത് വരും? ഇവിടെ ഒരു 3, ഇവിടെ 3 3 3, അങ്ങനെ കൂട്ടി 2n + 1 ടൈംസ് 3 കൂട്ടും. അതായത് 3 ഇൻറ്റു 2n + 1 ആണ് ആ നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ. പിന്നെ 6 കൊണ്ട് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2 6n, 6n പ്ലസ് 3 ബൈ 6, 6n 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. 3നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3. ഇതെനിക്ക് പേന വേണ്ട, നമുക്ക് തന്നെ ചെയ്യാം. 3 എല്ലായിടത്തും 3 ആയിരിക്കും. എല്ലായിടത്തും 3 ആണെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻറ്റു 2n + 1, അതുകൊണ്ടാണ് ഈ 2n തന്നത്. 6n ഇവിടെ വെച്ച് നമുക്ക് തീർത്താം, ഇത്ര വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇവിടെ 6n ബൈ 6 റിമൈൻഡർ 0 ആണ്. 3 ബൈ 6 റിമൈൻഡർ ശിഷ്ടം എത്ര വരും? 3. ഓപ്ഷൻ ഇതെന്താണ്? വലിയ സമയം എടുക്കുന്നില്ല. അതായത് a - b യുടെ വാല്യൂ വന്നിട്ട് a b വന്നിട്ടുണ്ട്, a² + b². ഓൾജിബ്രയുടെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. a - b the whole square, a² + b² എന്ന് പറഞ്ഞാൽ എന്താ? a - b the whole square കൂടെ a - b the whole square എന്ന് പറഞ്ഞാൽ എത്രയാണ്? a - b the whole square എന്ന് പറഞ്ഞാൽ 81. a - b the whole square പ്ലസ് ഓക്കെ, എളുപ്പമല്ലേ ഇത്? a - b the whole square എന്ന് പറഞ്ഞാൽ എന്താ?
81 എന്ന് പറഞ്ഞാൽ a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab അല്ലെ. a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ്. അപ്പോൾ ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ത് വരും? എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ കൂടെ എന്ത് കൂട്ടണം? 2ab മൈനസ് 2ab പ്ലസ് 2ab 40 കൂട്ടണം 121. ഒന്നും പേന വേണ്ടാത്ത ക്വസ്റ്റൻ ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. അടുത്ത മെറ്റാലിക് സ്പിയർ ഓഫ് റേഡിയസ് ഇത്രയും റീകാസ്റ്റ് മെൽറ്റഡ് ആണ്, വോളിയം സെയിം ആയിരിക്കും, കോൺസ് ആണ്. അപ്പൊ ഇതേ ടൈപ്പ് ഞാൻ മെൻസുറേഷൻ 2D അല്ല മെൻസുറേഷൻ 3D ചെയ്തിട്ടുള്ളതാണ്, 2D ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്ത് സെയിം ടൈപ്പ് ചെയ്തത്. നമ്പർ ഓഫ് കോൺസ് എത്ര? അപ്പോൾ ഇവിടെ 4/3 രണ്ടിന്റെ വോളിയം ഈക്വൽ ആണ്. സ്പിയറിന്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് ആണ്. ബൈ 3 പൈ മറ്റേ അടുത്തുള്ള കോണിലുള്ള 1/3 പൈ ആയിട്ട് വെട്ടിപ്പോ അത് എഴുതേണ്ട കാര്യമില്ല. 4 വരും, 21ന്റെ ക്യൂബ് എഴുതണം. 21 ഈക്വൽ ടു n ഇൻറ്റു 1/3 പൈ ആർ ക്യൂബ്. 1/3 പൈ വെട്ടിപ്പോയി പൈ ആർ സ്ക്വയർ എച്ച് പൈ ആർ സ്ക്വയർ എച്ച് 7 റേഡിയസ്. 7ന്റെ സ്ക്വയർ വരുമ്പോൾ 7 2 7 ഉണ്ട്. അപ്പൊ 3 ആയി. പിന്നെ എച്ച് എന്ന് പറഞ്ഞാൽ 3 ആണ്. അത് ഇതുമായിട്ട് വെട്ടി ഇവിടെ 7 വരും. അപ്പൊ നമ്മൾ ആൻസർ പറഞ്ഞാൽ എത്ര വരും? ഈ 21 63 ഗുണം 4 അതായത് 240 250 ആ ഒരു റേഞ്ച് വരുന്നു. ഓപ്ഷൻ ഇതുണ്ട്. ഓപ്ഷൻ നിങ്ങൾക്ക് യൂണിറ്റ് 2 വരും. ഓക്കെ, 2 വരും 250ന്റെ റേഞ്ച് വരും. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ 250 എണ്ണം ഉണ്ടാക്കും. ഒരു ഐറ്റം വാസ് സോൾഡ് അറ്റ് ഇത്രയും ആഫ്റ്റർ സക്സീവ് ഡിസ്കൗണ്ട്സ് ഓഫ് ഇത്രയും ആൻഡ് ഇത്രയും മാർക്കറ്റ് പ്രൈസിന്റെ വാല്യൂ ആണ്. അപ്പൊ മാർക്കറ്റ് പ്രൈസ് എത്ര ഉണ്ടായിരുന്നു? അതിനകത്ത് സക്സീവ് ഡിസ്കൗണ്ട് 12% എങ്കിൽ 1/8 ആണ്. അപ്പോൾ 1/8 ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വിൽക്കുന്ന എത്ര ആയിരിക്കും? അതിന്റെ 7/8 ആയിരിക്കും. അപ്പോൾ ആ ഒരു മാർക്കറ്റ് പ്രൈസിന്റെ 7/8 വിറ്റു ഇൻറ്റു അടുത്ത 8% ഡിസ്കൗണ്ട് വിറ്റു. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടിയത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5474 ഇവിടെയുള്ള വാല്യൂവിനെ 7/8 കൊണ്ട് ഗുണിച്ചിട്ടാണ് ഈ വാല്യൂ കിട്ടിയത്. ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? 8/7 ആവും. അപ്പൊ ഇവിടുത്തെ വാല്യൂ ഇൻറ്റു 7/8 ആണ്. അത് ഇപ്പുറത്ത് പോകുമ്പോൾ 8/7 ആവും. 8% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 2/25 ആണ്. 23/25 വിൽക്കുന്നത്. 2/25 ഡിസ്കൗണ്ട്. 23/25 വിൽക്കുന്നത്. ഇവിടെ വരുമ്പോൾ എന്താവും? ഇവിടെ 23/25 ഉള്ളത് 25/23. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിറ്റ് ഡിറ്റി സം നോക്കും. ഇവിടെ 5 5 7 7 35 8 വരും. 7 4 8 കൊണ്ട് ഗുണിക്കണം. ഡിറ്റി സമ്മിന്റെ ക്ലാസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 8 7 56 11 2 8 2 16 7 9 കൊണ്ട 12 7 2 വേണ്ട 11 11 11 2 7 2 14 14 5 ഡിറ്റി സം 5 വരും. ഇത് 13 18 ഇതല്ല 7 അല്ല 6 ഇത് 5 ആണ്. ഇത് 12 3 ആണ്. ഓപ്ഷൻ സി എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്താലും ഇത് തന്നെ എടുത്തോളൂ. ഡിറ്റി സം എന്ത് ചെയ്തു? പിന്നെ കൺസെപ്റ്റുകളെല്ലാം നമ്മൾ ഓൾറെഡി ക്രാഷ് കോഴ്സിൽ ചെയ്തിട്ടുള്ളൂ. 2 ജാർ എയും ബിയും കണ്ടെയ്നിങ് സൊല്യൂഷൻസ് ഓഫ് ലിക്വിഡ് പി ആൻഡ് പി. നിങ്ങൾ ആരെങ്കിലും മിക്സർ എലിഗേഷന്റെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മിക്സർ എലിഗേഷന്റെ ക്ലാസ് 3 ക്ലാസ് ഈ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ ജസ്റ്റ് മിക്സർ എലിഗേഷൻ ദിശ അക്കാഡമിയിൽ സെർച്ച് ചെയ്ത് വരുന്ന വലിയ 3 ക്ലാസ്സുകൾ അത് മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കണം. അത് എല്ലാ എക്സാംസിനും ഉള്ളവർ കാണേണ്ട ക്ലാസ്സുകളാണ്. നമ്മളുടെ ക്രാഷ് കോഴ്സിന് ഞാനത് പറയുന്നുണ്ട്. ക്രാഷ് കോഴ്സ് കണ്ടാൽ അതിനകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. റേഷ്യോ ഓഫ് ലിക്വിഡ്സ് പി ആൻഡ് ക്യൂ ഇൻ ദ ജാർസ് എ ആൻഡ് ബി ആർ 2:19 1:1. അതായത് എ എന്ന് പറയുന്ന ജാറിൽ പി 2 യൂണിറ്റ് ഉണ്ടെങ്കിൽ ക്യൂ 19 യൂണിറ്റ് ഉണ്ട്. ബി എന്ന് പറയുന്ന ജാറിൽ പി 1 യൂണിറ്റ് ഉണ്ടെങ്കിൽ ക്യൂ 11 യൂണിറ്റ് ഉണ്ട്. 7 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഓഫ് ജാർ എ 4 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ജാർ ബി മിക്സ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് സൊല്യൂഷൻസ് ഓഫ് പി ആൻഡ് ക്യൂ ഇൻ ദ ന്യൂ മിക്സർ? അപ്പൊ ഞാൻ അതിനകത്ത് ഒരു സിമ്പിൾ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു മിക്സറിൽ എത്ര ക്വാണ്ടിറ്റി എടുത്താലും, അതായത് ഒരു മിക്സറിൽ നിന്ന് ഒരു ജാറിൽ 2 സാധനങ്ങൾ ഒരു റേഷ്യോയിൽ ഇരിക്കുന്നു. ഇവിടെ 2:19 ഇരിക്കുന്നു. അതായത് ഞാൻ ഒരു ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ക്വാണ്ടിറ്റി എടുത്താലും, ഇപ്പൊ അതിനകത്ത് ഞാൻ 1 ലിറ്റർ എടുത്താലും 10 ലിറ്റർ എടുത്താലും 100 ലിറ്റർ എടുത്താലും അതിനകത്ത് ഇതിന്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? സെയിം തന്നെ. അതായത് 7 ലിറ്റർ സൊല്യൂഷനാണ് ഞാൻ ജാർ എയിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ, ജാർ എയിൽ നിന്നും ഞാൻ 7 ലിറ്റർ സൊല്യൂഷൻ എടുക്കുന്നെങ്കിൽ പി എന്ന് പറയുന്നത് പിയും ക്യൂ ആണ് ന്യൂ മിക്സറിലുള്ളത്. അപ്പൊ ആദ്യത്തിനകത്ത് 7 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ 21 യൂണിറ്റ് ആണ് 7 എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, 7ന്റെ ഞാൻ ഇങ്ങനെ പറയാം 7ന്റെ 2/21 ടോട്ടൽ 21 2 എത്രയാണ്? പി ആണ്. 7 എടുത്തു കഴിഞ്ഞാൽ 7ന്റെ 2/21 എന്തായിരിക്കും? പി ആയിരിക്കും. അതായത് 2/3 എന്തായിരിക്കും? പി ആയിരിക്കും. ഇനി ക്യൂ എത്ര ആയിരിക്കും? ക്യൂ 7ന്റെ 19/21 ടോട്ടൽ 21 19/20 19/21 ആണ് ക്യൂ ഉള്ളത്. 19/21 പാർട്ടാണ് ക്യൂ ഉള്ളത്. 7ലും 19/21 പാർട്ടായിരിക്കും ക്യൂ ഉള്ളത്. അത് ഈ ഒരു മിക്സറിന്റെ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. കൺസെപ്റ്റ് അറിയാതെ ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തുകൊണ്ട് പോയി ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പോയി സെറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ക്വസ്റ്റ്യൻ തന്നെ വന്നാൽ ചെയ്യാൻ പറ്റും. അതിനാണ് കൺസെപ്റ്റുകൾ പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 19/3 ക്യൂബ്. ഇനി അടുത്ത സ്ഥാനത്ത് നിന്ന് അടുത്ത എത്ര? 4 ലിറ്റർ. അപ്പൊ ഇതിനകത്ത് 1/12 പിയും 11/12 ക്യൂ ആണുള്ളത് അല്ലെ. 1:11. 4 ലിറ്ററിനകത്ത് 4 × 1/12 അതായത് 1/3 പി കാണും. മറ്റേ ക്യൂ എത്ര കാണും? 4 × 1/12 1/3 × 11. ഈ 11/12 × 4 11/3 കാണും. അപ്പൊ എത്രയാണ്? ഇവിടെ 1 ഇവിടെ 19. ഇത് 30/3 10.
1:10 ഓപ്ഷൻ 1:10 1:10. അപ്പൊ ഇത് നിങ്ങൾക്ക് അല്ലാതെ ഈസിയായിട്ട് ചെയ്ത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്ന് പറയുന്നതാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. എനിക്ക് എന്ത് ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഇതൊന്നും എഴുതാതെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഒരു PMN എന്ന് പറയുന്ന ട്രയാങ്കിൾ മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് PMN. അപ്പൊ ആ ക്രാഷ് കോഴ്സ് സെറ്റ് ആയിട്ട് കണ്ടവർക്ക് ഒരു പ്രശ്നം കാണത്തില്ല. PMN S is a point on PM ആണ് വിച്ച് ഡിവൈഡ്സ് PM in the ratio 5:7 ഡിവൈഡ് ചെയ്യുന്നത്. ഇത് ലൈൻ സെഗ്മെന്റ് ST എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് പാരലൽ ടു MN. അപ്പൊ എന്തായി, ഈ ട്രയാങ്കിൾ സിമിലർ ആയി. സിമിലാരിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. MN വാല്യൂ തന്നിട്ടുണ്ട്, ST വേണം. അപ്പൊ അതായത് ഇതിന്റെ റേഷ്യോ എത്രയാണ്, ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും. ചെറിയ ട്രയാങ്കിളിൽ ഇത് 5 ആണെങ്കിൽ വലിയ സൈഡ് എത്രയാണ്, ഇത് ഈക്വൽ ആണ്, സിമിലർ ആണ്. ചെറിയ ട്രയാങ്കിളിലെ സൈഡ് 5 ആണെങ്കിൽ വലിയ ട്രയാങ്കിൾ സൈഡ് എത്രയാണ്, 7 5 12. അപ്പൊ ഇത് 5 ആണെങ്കിൽ ഇത് 12 യൂണിറ്റ് ആണ്. 12 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 24. നമുക്ക് എത്ര യൂണിറ്റിന്റെ വാല്യൂ വേണം, 5ന്റെ വാല്യൂ വേണം. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കിട്ടാം. സിമിലാരിറ്റി എന്താണെന്നുള്ള ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രാഷ് കോഴ്സ് കാണുക, ക്ലാസ്സുകളിൽ എന്ത് ചെയ്യുന്നത് പറഞ്ഞു. റേഷ്യോ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് X+1 ഇപ്പം ആരുടെ കമന്റ് കണ്ടു, ചില ക്ലാസ് അടിപൊളിയാണ്, എന്താണ് പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല. അപ്പം ഞാനൊരു കാര്യം പറയാം, എല്ലാ കാര്യങ്ങളും ഒരു ക്ലാസ്സിൽ നമുക്ക് ഉൾക്കൊള്ളിച്ച് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഞാനിവിടെ 25 ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രാഷ് കോഴ്സിൽ ഓരോന്നിലും 22-25 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു 20ഓളം ക്വസ്റ്റ്യൻസ് 400-450 ക്വസ്റ്റ്യൻസ് CHSL വേണ്ടി മാത്രം ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതും യൂട്യൂബിൽ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ടൈം, അത്രയും തന്നെ കൺസെപ്റ്റ് പറയാനുള്ള ടൈമില്ല. അതുകൊണ്ടാണ് ഏർലിയർ വീഡിയോസിന്റെ ലിങ്കുകളും എങ്ങനെ എടുക്കണമെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ കാര്യം മനസ്സിലാക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു ചാനൽ വരും, അത് നിങ്ങൾ മനസ്സിലാക്കണം യൂട്യൂബിൽ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് ക്ലാസ്സുകൾ എവിടെ നിന്നൊക്കെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അത്ര കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് മാത്രം, ഈ ചാനലിലുള്ള കണ്ടന്റ് മാത്രം ഫോളോ ചെയ്താൽ മതി. പക്ഷെ അത് ഫോളോ ചെയ്യണം, ഫുള്ളും ഫോളോ ചെയ്യണം, എന്നിട്ട് പ്രാക്ടീസും ചെയ്യണം. അപ്പൊ പ്രാക്ടീസ് ഞാൻ എല്ലാ ക്ലാസ്സിലും അങ്ങനെ ബേസ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും എന്താ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് നടക്കത്തില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഇത് ചെയ്യുന്നത് പേന എടുക്കാതെ നമ്മൾ ചെയ്യുന്നത്, എത്ര ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്തു. ഇതൊന്നും അത് പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത്രയും സമയത്ത് നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾ എന്ത് ചെയ്യും, സെറ്റ് ആവും. ഓക്കെ, X+1 2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. എക്സിന്റെ വാല്യൂ 1 ആയാലും X+1 2 ആവത്തുള്ളൂ. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര ചെയ്യും, 1/11 1/20 എല്ലാം 1 തന്നെ, 1+1 2 ആൻസർ കിട്ടും. അടുത്ത പെൻ ഫ്രീ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലത്തുള്ള ഒരു പേപ്പറാണ് നിങ്ങൾ മുന്നേ വരുന്നെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ പെൻ ഫ്രീ ചെയ്യാവുന്ന ഈ ക്വസ്റ്റ്യൻ ഏത് ചെയ്യാം, ഇത് വേണമെങ്കിൽ സെക്കൻഡ് റൗണ്ടിലൂടെ വെച്ചോ, കുഴപ്പമില്ല. ഇത് ചെയ്യാം വേഗത്തിൽ, ഇത് ചെയ്യാം. അപ്പൊ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, ആദ്യമേ ചെയ്തു പോകണം. അപ്പൊ സ്കിപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ എന്ത് ചെയ്യാന്ന് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്, സെക്കൻഡ് റൗണ്ടിലോട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, യെസ്. അടുത്ത given data, number of boys and girls enrolled in different games in academy. Okay, which game has maximum involvement during which year? Okay, during which year? ഇവിടെ തന്നെ ക്രിക്കറ്റിന് 2020. ഇപ്പൊ 2020 ക്രിക്കറ്റ് മാത്രം നോക്കാം. 47-38 എത്രയാണ്, 82. ക്രിക്കറ്റിന് 82 ആണ്. ബാസ്കറ്റ് ബോളിംഗ് 2019 ബാസ്കറ്റ് ബോൾ എത്രയാണ്, 40-81 ഉള്ളു. അത് നോക്കേണ്ട കാര്യമില്ല. ഫുട്ബോളിംഗ് 2019 ഫുട്ബോൾ എത്രയാണ്, 47-38 82. അപ്പൊ ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് മാക്സിമം ഏതായിരിക്കും, ബാസ്കറ്റ് ബോളിംഗ് 2020. ഇത് രണ്ട് സെയിം ആണ്, മാക്സിമം ഇതായിരിക്കും. നിങ്ങൾ കൂട്ടി നോക്കിയാലും അല്ലെങ്കിൽ യെസ്. A chord is drawn in a circle of radius 10 ആണ്, റേഡിയസ് 10 ആണ്. ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് ഫ്രം ദ സെന്റർ 6 ആണ്. ഓക്കെ, 10 6 ഇത് 8 ആണ്. ഇതിന്റെ പകുതി ആയിരിക്കും 8 തൊട്ടും 16. ഇങ്ങനെ ആയിരിക്കും ഞാൻ എക്സാമിന് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് സർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ, അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ക്രാഷ് കോഴ്സ് എടുത്താൽ മതി. ജോമെട്രിയുടെ 2 ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഏതൊക്കെ ക്ലാസ്സിലാണ് ജോമെട്രിക്ക് മുന്നേ ബേസ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ഏതാണെന്ന് കാണിച്ചു തരുന്നു. അപ്പൊ അത് കാണാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. നിങ്ങൾ അത് കണ്ടേ പറ്റൂ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നമ്പർ ഓഫ് അവേഴ്സ് പഠിച്ചാൽ മാത്രമേ ഈ സിലബസ് എന്ന് പറയുന്ന സംഭവം, അപ്പൊ അതൊരു ഫിക്സഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ തന്നെ തരണമെന്നില്ല. എന്റെ കൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. അതെന്ത് ചെയ്യണം, നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഫ്രം സെന്റർ. ഒരു സർക്കിളിലെ ഇങ്ങനെ വരച്ചാൽ മനസ്സിലാവും, നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഓക്കെ, സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്ത് ചെയ്യും, കോഡിനെ 2 ഡിവൈഡ് ചെയ്യും. ഇത് 6ഉം ഇത് 10 ആണെങ്കിൽ ഇത് 8 ആണ്. നമ്മുടെ ട്രിപ്ലെറ്റ് ആണ്. ഇത് 8ന്റെ ഇരട്ടി പകുതിയാണ്. ടോട്ടൽ എത്ര വരും, 10 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ, ഡിമാൻഡും പ്രൊഡക്ഷനുമാണ്. ഇതൊന്നും വായിക്കണ്ട. ഡിമാൻഡ് ഓഫ് ദ കമ്പനി ബി ഈസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെന്റ് ഓഫ് ദ ഡിമാൻഡ് ഓഫ് കമ്പനി സി. അപ്പൊ ബിയുടെ ഡിമാൻഡ് എത്രയാണ്, 500, ഏകദേശം 600 എന്ന് പറഞ്ഞാൽ വാട്ട് പെർസെന്റ് ഓഫ് ഡിമാൻഡ് ഓഫ് കമ്പനി സി. സിയുടെ ഡിമാൻഡ് എത്രയാണ്, ഡിമാൻഡ് 2000. ഇപ്പൊ 2500 600 എത്രയാണ്. അപ്പൊ ഇവിടെ 600 എന്ന് പറയുമ്പോൾ എത്ര വരും, ഓക്കെ, ഏകദേശം 25. 1% 25 ഗുണം 24 600. 25 ഗുണം ഇതൊക്കെ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ടോ. 25 ഗുണം മാത്സിന്റെ എക്സസൈസ് 25 ഗുണം 24
ആണ് 24% അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇത് ഇങ്ങോട്ട് മാറ്റി വെട്ടി ഇൻറ്റു 100 വെച്ചിട്ട് പെർസെന്റ് ഇടുക. 4 6 4 20 എങ്ങനെയാണെന്ന് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. സം ഓഫ് ഇത്രയും ഇൻവെസ്റ്റഡ് അറ്റ് റേറ്റ് ഓഫ് 10% ആണ്, 2 years ആണ്, കോമ്പൗണ്ട് ഹാഫ് ഇയർലി ആണ്, ഫൈൻഡ് ദ കോമ്പൗണ്ട്സ്. ഇത് നമ്മൾ ഏത് മെത്തേഡ് വെച്ച് ചെയ്യുന്നത്? പാസ്കൽ മെത്തേഡ്. പാസ്കൽ മെത്തേഡ് ഞാൻ നമ്മളുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ ഡീപ്പായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ യൂട്യൂബിലും നിങ്ങൾ കോമ്പൗണ്ടസിന്റെ ക്രാഷ് കോഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ പറയുന്നുണ്ട് ഏത് ക്ലാസ്സിലാണ്, ഏതൊക്കെ ക്ലാസ്സുകളാണ് കോമ്പൗണ്ടസിന് വേണ്ടി മുന്നേ ചെയ്തിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ള ഡിസ്കസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് പാസ്കൽ മെത്തേഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കോമ്പൗണ്ട് ടെസ്റ്റ് ദിശ അക്കാഡമി സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ക്ലാസ്സുകളിൽ ഒരു എനിക്കൊന്ന് എക്സ്പെക്ടഡ് ക്വസ്റ്റനോ അങ്ങനെ എന്തോ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞിട്ട് 2 ക്ലാസ്സുകളിൽ ഏതോ ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ പാസ്കൽ മെത്തേഡ് ഞാനിവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എങ്ങനെയാണ് ചെയ്യുന്നത് പറയാം. അപ്പൊ ഇവിടെ 2 വർഷമാണ്, 10% ഹാഫ് ഇയർലി ആണ്. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ എന്താ, 10% പെർ ആനുമാണ്, ഒരു വർഷത്തേക്കാണ് 10%. പിന്നെ കുറച്ച് കൺസെപ്റ്റ് അറിയണം കേട്ടോ. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ പകുതി വർഷത്തേക്ക്, അല്ലെങ്കിൽ 6 മാസത്തേക്ക്. 10% ഒരു വർഷത്തേക്കാണെങ്കിൽ 5% ആയിരിക്കും പകുതി വർഷത്തേക്ക്. അങ്ങനെ 2 വർഷം എന്ന് പറഞ്ഞാൽ എത്ര ഹാഫ് ഇയർ ഉണ്ട്? 4 ഹാഫ് ഇയർ ഉണ്ട്. അതായത് 5% വെച്ച് 4 ഹാഫ് ഇയർ, 4 സൈക്കിൾ പോകുമ്പോൾ ഉണ്ടാവുന്ന 4 ഹാഫ് ഇയറിൽ കണക്കാക്കുമ്പോൾ, കോമ്പൗണ്ട് ടെസ്റ്റ് കണക്കാക്കുമ്പോൾ ഉള്ള ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. ഇവിടെ പാസ്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് വർഷം 1 ആണെങ്കിൽ സെക്കൻഡ് വർഷം 1 തേർഡ് വർഷം 1 ഫോർത്ത് വർഷം 1 3 ഇതെന്ന് പറഞ്ഞാൽ മേലുള്ളത് സിംഗിൾ ടെസ്റ്റ്. ഇത് ഓരോ വർഷത്തെ കോമ്പൗണ്ട്സിനെ സൂചിപ്പിക്കുന്ന നമ്പേഴ്സ് ആണ്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് അവിടെ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇങ്ങനെയാണ് എക്സാമിന് ചെയ്യുന്നതെന്ന് കാണിക്കുക. അപ്പോൾ ഫസ്റ്റ് വർഷത്തെ ടോട്ടൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 യൂണിറ്റ് ഇൻറ്റു 1+1+, ഇതാണ് 4 യൂണിറ്റ് ഇൻറ്റു 10,000ന്റെ 5%. ഇതാണ് 500 അധികം അടുത്ത യൂണിറ്റ്. അതായത് ഓരോ യൂണിറ്റും എന്താണ്? സെയിം തന്നെയാണ്. 4 യൂണിറ്റിനും സെയിം 500 വെച്ച് 500 അങ്ങനെയാണോ? എത്ര 3 2 5 6 യൂണിറ്റ് ഇൻറ്റു ഇതിനകത്ത് ഓരോ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിനകത്തുള്ള ഓരോ യൂണിറ്റ് സെയിം ആണ്, ഇതിനുള്ള ഓരോ യൂണിറ്റ് സെയിം ആണ്, ഇതിലുള്ള യൂണിറ്റ് സെയിം ആണ്, ഓരോ റോയിലെ യൂണിറ്റുകൾ സെയിം ആണ്. അപ്പോൾ 6 ഇൻറ്റു ഇതിന്റെ 5%, ഇതിന്റെ 5% എത്രയാണ് റേറ്റ്? അത് ഇതിന്റെ 5% 25, 1% 5 പ്ലസ് അടുത്ത 4 ഇൻറ്റു ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആണ് പാസ്കൽ മെത്തേഡ്. നിങ്ങൾ ഗോൾഡൻ റേഷ്യോ വേറെ ഒന്നും പഠിക്കണം. ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഫോർ ഫൈൻഡിങ് കോമ്പൗണ്ട്സ്. ഓക്കെ, പ്രിൻസിപ്പിളും റേറ്റും തന്നിട്ടുണ്ടെങ്കിൽ, ടൈം പീരീഡ് തന്നിട്ടുണ്ടെങ്കിൽ, കോമ്പൗണ്ട്സ് കണ്ടുപിടിക്കാൻ ഓപ്ഷനൊക്കെ എത്ര കാൽക്കുലേറ്റീവ് ആയിക്കോട്ടെ നമ്മൾ പോയിന്റ് വെച്ച് എന്ത് കണ്ടുപിടിക്കും? ഞാൻ കാണിച്ചു തരാം. 4 ഇൻറ്റു ഇതിന്റെ 5%, 125/100 അല്ലെ? ഇതിന്റെ 5%, 25 ഇൻറ്റു 5/100, 125/100 1.25. എന്ന് പറഞ്ഞാൽ എത്ര? 4 ഇൻറ്റു 1.25 5 ആണ്. ഇതൊരു പോയിന്റ് ആയിട്ടില്ല. പ്ലസ് 1 ഇൻറ്റു ഇതിന്റെ 5%, അതായത് 125 ഇൻറ്റു 5/100, അതായത് 125 625. അത് 2 0, അതായത് 0.0625 വരും. ഓക്കെ, അതുകൊണ്ടാണ് ഓപ്ഷൻ അത് കിടക്കുന്നത്. ഓപ്ഷൻ അത് ഏതായാലും പോയിന്റ് വരും. ഇത് 2 അല്ല, ഇത് 2 ഏതോ ആൻസർ. കണ്ടോ, നമ്മുടെ ഈ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ വളരെ കിടിലം മെത്തേഡാണ്. ഇതൊന്നും ആരും ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇത് സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്കിത് അറിയാമെങ്കിൽ ഒരു സമയം എടുക്കത്തില്ല. നിങ്ങൾ സാധാ ക്വസ്റ്റ്യൻ ചെയ്യുന്നവനെ തന്നെ ഇത് ചെയ്തു പോകും. 0.0625. അപ്പൊ ഇത് അവിടെ തന്നെ കിടക്കും. ഇതിൽ ആ രണ്ടിടത്തും സെയിം തന്നെയാണ്, നോക്കേണ്ട കാര്യമില്ല. ബാക്കി എത്ര വരും? 2000, 2150, 5, 2155.0625 ഓപ്ഷൻ. ഇത് പാസ്കൽ മെത്തേഡ് അറിയാവുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, അല്ലാത്തവർക്ക് ഇത് കറക്റ്റ് കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. എനിക്കറിയാം, ഞാൻ ഫുള്ള് പറഞ്ഞിട്ടില്ല. ഫുള്ള് പറയാൻ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഒരുപാട് ലെങ്ത് ആയിപ്പോ ക്ലാസ്. അങ്ങനെ ഒരുപാട് ലെങ്ത് ആക്കാനും എനിക്ക് താല്പര്യമില്ല. ഒരുപാട് ലെങ്ത് ആയിപ്പോ ഒരു അൺനെസറി പ്രശ്നമാണ്. ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുള്ളത്. 3 പേര് ഇൻവെസ്റ്റേഴ്സ് മണിയാണ്. ഷെയർ ഓഫ് എ, ബി, സി. ഷെയർ ഓഫ് എ ഇസ് ട്വൈസ് ദ ഷെയർ ഓഫ് ബി. 1 ആണെങ്കിൽ 2 ആണ്. ഷെയർ ഓഫ് ബി ഇസ് ത്രൈസ് ദ ഷെയർ ഓഫ് സി. ഇത് 1 ആണെങ്കിൽ ഇത് 3 ആണ്. ഇത് 3 ആകുമ്പോൾ എത്ര ആവും? 6 ആവും. ഇതായിരിക്കും ഇവരുടെ ഷെയർ എന്ന് പറയുന്നത്. 6:3:9 1. ടോട്ടൽ എത്രയാണ്? 6 3 9 10. 10 യൂണിറ്റ് വാല്യൂ ആണ് എത്ര എന്നിട്ടുണ്ട്? 6000. 10 യൂണിറ്റ് 6000 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 600 ആണ്. ഫൈൻഡ് ദ മണി എ റിസീവ്ഡ്. എക്ക് എത്ര യൂണിറ്റ്? 6 യൂണിറ്റ്. ടോട്ടൽ 10 യൂണിറ്റിന് കറസ്പോണ്ടിങ് ചെയ്യുന്ന 6000. പാർട്ട്ണർഷിപ്പിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട് CHS ക്രാഷ് കോഴ്സിൽ. 10ന്റെ വില 6000 ആണെങ്കിൽ 1ന്റെ വില 600 ആണ്. 600 6 36 എന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻസ് ഇതൊന്നാണ് പെൻഫ്രീ ആയിട്ട് ചെയ്യാം. അത്ര മാത്രം എഴുതുക. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരുപാട് പേര് കുറെ ടൈമും സമയവും ടൈം കളയും, അതേപോലെ എക്സാമിന് ചെയ്യത്തില്ല. ടൈം കളയും, എക്സാമിന് അവിടെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വാല്യൂ ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് എ ആൻഡ് ബി. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്റെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിത് വാല്യൂ പുട്ടിംഗ് മെത്തേഡിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? എയും ബിയും എക്സും വൈയും. 4 വേരിയബിളും ഉണ്ട്. എത്ര ഇക്വേഷൻ ഉണ്ട്? 2 ഇക്വേഷൻ ഉണ്ട്. അതായത് നമുക്ക് 2 വാല്യൂസ്, 2 വേരിയബിളിന് ഇഷ്ടമുള്ള വാല്യൂസ് എന്ത് ചെയ്യാം? കൊടുക്കാം. 4 ഇക്വേഷനും 4 വേരിയബിളും 2 ഇക്വേഷനും. അപ്പൊ ബാക്കി ആ ഡിഫറൻസ് എടുക്കാം. 2 ഇക്വേഷൻ ഈക്വൽ നമ്പർ ഓഫ് ഇക്വേഷൻ വേരിയബിൾ ആണെങ്കിൽ നമുക്ക് വാല്യൂ എടുക്കാൻ പറ്റത്തില്ല. ഫിക്സഡ് വാല്യൂസ് ഉണ്ട്. ഇവിടെ 2 വേരിയബിൾ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. നമുക്ക് എക്സിന്റെ ടേംസിലാണ് എന്ത് വേണ്ടത്? വാല്യൂ വേണ്ടത്. അപ്പൊ നമുക്ക് വൈക്ക് അങ്ങ് 0 കൊടുക്കും. വൈക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? AX = 1 എന്ന് കിട്ടും. ഇവിടെ എന്ത് കിട്ടും? വൈക്ക് 0 ആണ്. അപ്പൊ BX =
വൈക്ക് 0 കൊടുക്കണം, ബിക്ക് 0 കൊടുക്കണം, ബിക്ക് 0 കൊടുക്കാം. ഓക്കെ, എക്സ് ഈക്വൽ ടു 1, ബിക്ക് 0 കൊടുക്കും. എക്സ് ബിക്ക് 0 കൊടുക്കുമ്പോൾ എന്താവും, ഇതങ്ങ് 0 ആയിപ്പോ. ഓക്കെ, നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ആ ഒരു ഇത് കാൽക്കുലേഷൻ കുറയ്ക്കണം. യെസ്, ഞാൻ ബിക്ക് 0 കൊടുക്കണം. കാര്യം എന്ത് വേണ്ട, ബിയുടെ ഇത് വേണ്ട, എക്സിന്റെ ടേംസിൽ മതി. ഓക്കെ, ബിക്ക് 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയി. ഇവിടെ എന്തുണ്ട്, ബിക്ക് 0 കൊടുക്കുമ്പോൾ 0, എ വൈ ഈക്വൽ ടു ഇതെന്താവും, ഇവിടെ മേലെ 0 വരുന്നുണ്ട് 0. അപ്പൊ ഇവിടെ എക്സ് 1 ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഒരു വേരിയബിളിനോട് വാല്യൂ കൊടുക്കാം. എ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എക്സ് വന്നു, എക്ക് ഞാൻ 1 കൊടുത്തു. രണ്ട് വാല്യൂ, എക്ക് 1ഉം ബിക്ക് 0 ആണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. രണ്ട് വേരിയബിൾസ് നമ്മൾ വാല്യൂ. എക്ക് 1 വരുമ്പോൾ എക്സ് എന്ത് വന്നു പറ്റും, 1 വന്നു പറ്റും, എങ്കിൽ ഇത് 1 വരും. അപ്പൊ എക്ക് എത്രയാണ്, 1 ആണ്. ഓൾറെഡി 1 ആണ് നമ്മൾ കൊടുത്തത്. അപ്പൊ വൈ എന്ന് പറഞ്ഞാൽ എത്ര ആയെങ്കിലും പറ്റും. ഇതിന്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ വൈ എന്താവും, 0 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനകത്ത് ചെക്ക് ചെയ്യാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് എ ആൻഡ് ബി. എക്സിന്റെ വാല്യൂ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, 1 ആണ്. എന്നിട്ട് ഓപ്ഷനകത്ത് എക്കും ബിക്കും വാല്യൂ കൊടുക്കുമ്പോൾ ഏതാണ് 1 വരുന്നത്. അപ്പോൾ ബിയുടെ വാല്യൂ എത്രയാണ്, 0 ആണ്. ഇവിടെ 1 അല്ല വരുന്നത്, 0 ആണ്. ഇവിടെ എക്ക് നമ്മൾ എക്ക് 1 ആണ്, 1 / a² + b², 1/1 നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. അടുത്തത് ബി കൊടുക്കുമ്പോൾ എന്താവും, 0. ഇതല്ല 2a, 2/a² + b², 2/1, 2 ആണ് വരുന്നത്. അപ്പോൾ 1 വരുന്ന വാല്യൂ ഏതുണ്ട്, എക്സിന് 1 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നത്. വാല്യൂ കൊടുക്കുമ്പോൾ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ ഉണ്ട്, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്ത് ചെയ്യാം. ഇതൊക്കെയാണ് മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യും, ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യും, ഇതേ ബൈ ഇത് ചെയ്യും, എന്നിട്ട് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം ചെയ്ത് 2-3 സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞ് x/y കിട്ടും. അതായത് എക്സിനെ വൈ എന്ത് ചെയ്യണം, വൈക്ക് വരം എക്സിന്റെ ടേംസിൽ വാല്യൂ കൊടുക്കണം, എന്നിട്ട് എക്സ് കണ്ടുപിടിക്കണം. ഇത് ലെങ്തി പ്രോസസ് ആണ്. അതുകൊണ്ടാണ് ഇത് ഒരുപാട് പേർക്കും ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. ഇങ്ങനത്തുള്ള മെത്തേഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് ഒരു സൂപ്പർവൈസർ നടക്കുന്നതല്ല, കാര്യങ്ങൾ ആ ഒരു ലെവലിൽ പഠിക്കണം. അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ അലൈൻമെന്റ് ഡിസ്കൗണ്ട് ഓഫ് 12.5%, 1/8 ആണ്. അതായത് വിൽക്കുന്നത് മാർക്കറ്റ് പ്രൈസിന്റെ 7/5 ഇനായിരിക്കും. 1/8 ഡിസ്കൗണ്ട് എടുത്താൽ ബാക്കി വിൽക്കുന്നത് 7/5. അതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബേസ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 74 ഇത്രയും ഫൈൻഡ് ദ മാർക്കറ്റ് പ്രൈസ്. എത്രയോ മാർക്കറ്റ് പ്രൈസിനെ 7/8 കൊണ്ട് ഗുണിച്ചിട്ടാണ് കിട്ടിയത്. നമുക്ക് ഇനി 8/7 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ആദ്യമേ 7 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. 8/7 ഞാൻ എക്സാം ചെയ്യുന്ന 8/7 അവിടെ ഗുണിക്കുന്നത്. 7 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 52 7 ബാക്കി 35 375 into 8 ആണ്. 2400 75 600 2400 600 3000 ആൻസർ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി ചെയ്യാം. 2425 into 7 8/7 ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. ഇതിന്റെ സമയം നോക്കാം. സമയം 3. അടുത്ത 18 മെക്കാനിക്സ് ക്യാൻ റിപ്പയർ 90 cars in 10 days. ഹൗ മെനി മെക്കാനിക്സ് വിൽ ബി റിക്വയർഡ് ടു റിപ്പയർ 150 cars in 12 days. ഇത് ഞാൻ എക്സാമിന് എങ്ങനെ ചെയ്യുന്നത് വേണമെങ്കിൽ എഴുതി ചെയ്യാം. 18 into 10 190/90 2 150 12 6 150/6 25. ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്തു, പേന എടുക്കാതെ പെൻ ഫ്രീ അടിച്ചു. അത് ആ ഒരു ഇക്വേഷൻസ് ഒക്കെ അത്ര എഴുതി നല്ലോണം സെറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്നവർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇക്വേഷൻ M1 D1 D1 T1 M1 D1 T1/W1 = M2 T2 T2/W2. ഇവിടെ 18 മെക്കാനിക്സ് 90 കാർ വർക്കാണ് 10 ദിവസം ഈക്വൽ ടു ഹൗ മെനി മെക്കാനിക്സ് വിൽ ബി റിക്വയർഡ് ടു റിപ്പയർ. ഇവിടെ 150 ഇവിടെ 12. എന്ത് കിട്ടും, ഇത് 2 വന്നു, ഇത് 6 വന്നു. ഇതിന്റെ വാല്യൂ ആണ് 150/6 25. ഓക്കെ, ഇക്വേഷൻ ഒക്കെ പഠിച്ചവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് നിങ്ങൾ ഇതൊന്നും വായിക്കണ്ട. ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഇത്ര യൂണിവേഴ്സിറ്റിയിലുള്ള പെർസെന്റേജ്. ടോട്ടൽ നമ്പർ ഓഫ് ഗ്രാജുവേറ്റ്സ് അക്രോസ് ആൾ യൂണിവേഴ്സിറ്റി ഇത്രയാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഇത്രയാണ്. ദെൻ ദ റേഷ്യോ ഓഫ് ഗ്രാജുവേറ്റ്സ് ഇൻ യൂണിവേഴ്സിറ്റി എ ആൻഡ് ഇ ടുഗദർ. എയും എത്രയാണ്, എയും ഇ 38%. 38% ഓഫ് ശതമാനം എഴുതണ്ട, റേഷ്യോ ആണ് 24 240.00 റേഷ്യോ. പോസ്റ്റ് ഗ്രാജുവേഷൻ യൂണിവേഴ്സിറ്റി ബി ആൻഡ് സി, ബിയും സി 19 21 42% ഓഫ് ശതമാനം വേണ്ട. ഇവിടെ വെട്ടിപ്പോവും. ഇതാണ് 184.0. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 19 മൾട്ടിപ്പിൾ. ഇവിടെ 19 മൾട്ടിപ്പിൾ, ഇവിടെ 19 ഇല്ല, 19 മൾട്ടിപ്പിൾ ആയിരിക്കും. ഇത് 19 മൾട്ടിപ്പിൾ അല്ല, ഇത് 19 2 19 3 57 19 മൾട്ടിപ്പിൾ ആണ്. ഇത് 19 മൾട്ടിപ്പിൾ അല്ല, 133 ആണ്. ഇതല്ല, ഇത് 19 മൾട്ടിപ്പിൾ ആണോ, 19 380 ആണ്. 380 ആകുമ്പോൾ 2 22 19 മൾട്ടിപ്പിൾ അല്ല. 19 മൾട്ടിപ്പിൾ അത് വരുമ്പോൾ ഓപ്ഷൻ ഉണ്ട്, ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ 7 നോക്കാം. ഇവിടെ 7 മൾട്ടിപ്പിൾ ആണ്, അല്ല 7 38 അല്ല. ഇവിടെ എന്തുണ്ട്, 7 ഉണ്ട്. രണ്ടാമത്തെ ഈ സ്ഥലത്ത് എന്താണ്, 7 മൾട്ടിപ്പിൾ ആണ്. ഇത് 7 മൾട്ടിപ്പിൾ അല്ല, ഇത് 7 മൾട്ടിപ്പിൾ ആണോ, 8 മൾട്ടിപ്പിൾ ആണ്. ഇത് 7 മൾട്ടിപ്പിൾ ആണോ, അല്ല 59 അല്ല. ഇത് 7 മൾട്ടിപ്പിൾ ആണോ, അല്ല. നിങ്ങൾ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന എക്സസൈസ്, മാത്സിന്റെ എക്സസൈസും ഒക്കെ ഇതിനകത്ത് ഹിഡൻ ആയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കുന്ന എന്നാണോ, അതൊക്കെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും, എത്ര ടൈം കുറച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി നിങ്ങൾ എവിടെ പോയി നോക്കിയാലും ഇതിന്റെ സൊല്യൂഷൻ കണ്ടാൽ എന്ത് ചെയ്തോളൂ, ഇത് വെട്ടി തന്നെ ചെയ്തോളൂ. 2 വെച്ച് വെട്ടി. നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അപ്പൊ അത് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. നിങ്ങളിപ്പം ബിടെക് പഠിക്കണമെന്നില്ല, എന്താ കൊമേഴ്സ് പഠിക്കണമെന്നില്ല, എന്തായിക്കോട്ടെ, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. അതിനാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യം അതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
സവിതയും രണ്ടുപേര് പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല, പി എന്നൊക്കെ വായിച്ച എസും പിയും ഇത്രയും കിലോമീറ്റർ റേസ് ആണ് ആസ് ലോങ് ആസ് ലെങ്ത് ഓഫ് റേസ്. ആയിക്കോട്ടെ, സവിത ഗേവ് പി 396 മീറ്റർ, പർണിക ഇത്രയും ഹെഡ് സ്റ്റാർട്ട് കൊടുത്തു. ഓൾസോ അലൗഡ് ഹെയർ 9 സെക്കൻഡ് സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് allowed her to start 9 seconds before Savita started running. Parnika ran at 6 meters per second and Savita caught up Parnika 250 seconds after Savita started running. Okay. What was Savita speeding during the race? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഇത് റേസിന്റെ ക്വസ്റ്റൻ ആണ്. സത്യം ഏതിന്റെ ക്വസ്റ്റൻ ആണ്? റിലേറ്റീവ് സ്പീഡിന്റെ ക്വസ്റ്റൻ ആണ്. അതായത് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്ന ഒരു ക്വസ്റ്റൻ. ഡിസ്റ്റൻസിന്റെ ക്ലാഷ് കോഴ്സ് ഉണ്ടല്ലോ, അതിനകത്ത് ബേസിക് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറയും. ഇനിയിപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ പറയും. 2250 അവിടെ നിൽക്കാം. നമുക്ക് വേണ്ടത് സ്പീഡാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? പി പർണിക എന്ന് പറയുന്ന ആള് സവിതയ്ക്കായും ഓൾറെഡി 396 മീറ്റർ എന്തായിരുന്നു, എഹെഡ് ആയിരുന്നു, മുന്നിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 9 സെക്കൻഡ് സമയം കൊണ്ട് കൊടുത്തു. അതായത് സവിത തുടങ്ങുന്നതിന്, അതായത് പർണിക എന്ന് പറയുന്ന ആള് 9 സെക്കൻഡ് ഓടി. 9 സെക്കൻഡ് ഓടി എന്ന് പറഞ്ഞാൽ 6 മീറ്റർ പെർ സെക്കൻഡിലാണ് അവരുടെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ 6 മീറ്റർ 9 സെക്കൻഡില് 9 × 6 54 മീറ്റർ അവൾ ഓടിക്കഴിഞ്ഞു. ഈ സവിത തുടങ്ങുന്ന സമയത്ത്, സവിത തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് 54 മീറ്റർ കൂടെ അവൾ ഓടിക്കഴിഞ്ഞു. ഓൾറെഡി 396 മീറ്റർ മുന്നിൽ കിടക്കുവാണ്. 54 മീറ്റർ കൂടെ എന്ത് ചെയ്തു, മുന്നിലായി. കാര്യം 9 സെക്കൻഡ് കൂടെ വന്നുകൊണ്ട്. അപ്പൊ 396 + 50 എന്ന് പറയുമ്പോൾ 450 മീറ്റർ ആണ് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ഇനിഷ്യൽ ഡിസ്റ്റൻസ്. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ 450 മീറ്റർ, പക്ഷേ ഇവിടെ എന്ത് ചെയ്തു, സവിത എന്ത് ചെയ്തു, സ്പീഡ് കൂടുതലായതുകൊണ്ട്, 6-നേക്കാൾ സ്പീഡ് കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്തു, അവളെ പിടിച്ചു. 450 മീറ്റർ ആകുമ്പോൾ ഇവിടെ റിലേറ്റീവ് സ്പീഡ് കൺസെപ്റ്റ്. ഇവിടെ ഓടുന്നുണ്ട്, ഇവിടെ ഓടുന്നുണ്ട്. ഇത് എക്സിലാണ് സവിത പോകുന്നത് വെച്ചാൽ ഇവിടെ എത്ര പോകുന്നത്, 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഈ 450 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി, ഡിസ്റ്റൻസ് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരുടെ x - 6 ആണ്. കാര്യം സെയിം ഡയറക്ഷനിൽ എക്സ് കൂടുതലാണ്, അതുകൊണ്ടാണ് പിടിക്കാൻ പറ്റുന്നത്. x - 6 ഇൻറ്റു എത്ര ടൈം, എത്ര സമയം കൊണ്ടാണ് അവരെ പിടിച്ചത്, 250 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇത്. ആഫ്റ്റർ സവിത സ്റ്റാർട്ടഡ് റണ്ണിങ്, അതായത് സവിതയാണ് പുറകെ നിൽക്കുന്നതാണ്. അപ്പൊ സവിത തുടങ്ങിയിട്ട് 250 മീറ്റർ സെക്കൻഡ് കഴിഞ്ഞു. ഇവള് കഴിഞ്ഞിട്ട് 250 സെക്കൻഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കുറയ്ക്കേണ്ടി വന്നു. 250 9 കുറയ്ക്കേണ്ടി വന്നു. ഇവിടെ അത് വേണ്ട. സവിത സ്റ്റാർട്ട് ചെയ്തിട്ട് സവിത 250 മീറ്റർ 250 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, അവളെ പിടിച്ചത്. അതായത് ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞിട്ടാണ് സവിതയുടെ ടൈമാണ്. സവിത 450 മീറ്റർ ഓടിയത്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് കവർ ചെയ്തത് ഇത്രയും സ്പീഡിൽ. കാര്യം അവൾ ഓടുന്നുണ്ട്. സ്പീഡ് ഇൻറ്റു ടൈം എത്രയാണ്, 250. എക്സിന്റെ വാല്യൂ വേണം. ഇത് 20 5 ചുറ്റുമ്പോൾ 9/4 9/5 9/5 എന്ന് പറയുമ്പോൾ 1 4/5 4/5 എന്ന് പറഞ്ഞാൽ 0.8 ആണ്. ഇതെല്ലാം നമ്മൾ പെർസെന്റേജ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. എക്സ് എന്ന് പറഞ്ഞാൽ എന്തോരും, എക്സ് എന്ന് പറഞ്ഞാൽ 6 1.8 7.8. ബെസ്റ്റ് ക്വസ്റ്റൻ ആണ്, ബെസ്റ്റ് സൊല്യൂഷൻ. ഓക്കെ, സെറ്റ് ആണല്ലോ. പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് പഠിക്കണം. ഇതൊക്കെ സെക്കൻഡ് റൗണ്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. അടുത്തത് 2 സർക്കിൾസ് എ ആൻഡ് ബി ടച്ച് എക്സ്റ്റേണലി. പി ക്യൂ ഡയറക്റ്റ് കോമൺ ടാൻജന്റ് ആണ്. ടച്ചസ് സർക്കിൾ പി ആൻഡ് ക്യൂ. റേഡിയസ് തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് പി ക്യൂ. ഡയറക്റ്റ് കോമൺ ടാൻജന്റിന്റെ വാല്യൂ ആണ്. പിന്നെ ഞാൻ എക്സാമിനാണെങ്കിൽ എന്ത് ചെയ്തുള്ളൂ, √11 169 - 5 12 13 5 12. ഓപ്ഷൻ ഡി. ഞാൻ ബി ക്വസ്റ്റ്യൻ പേൻ എടുക്കാതെ പെൻസിൽ അടിച്ചു. നിങ്ങൾ 2 ഇക്വേഷൻ ആണ് പഠിക്കേണ്ടത്. ഡയറക്റ്റ് കോമൺ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ √ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, ഡി എന്ന് പറഞ്ഞാൽ സെന്റേഴ്സിന്റെ ഡിസ്റ്റൻസ്, -r1 - r2 ദ ഹോൾ സ്ക്വയർ ആണ്. r1 സ്ക്വയർ r2 സ്ക്വയർ, r1 - r2 ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, r1 - r2 ദ ഹോൾ സ്ക്വയർ. ഇനി ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ √d² - r1 + r2 ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ ഡയറക്റ്റ് കോമൺ ടാൻജന്റ് എക്സ്റ്റേണലി ടച്ച് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റേഴ്സ് എന്തായിരിക്കും, ആ ഒരു റേഡിയസിന്റെ സം ആയിരിക്കും. 9 4 13 13 - 9 - 4 5ന്റെ സ്ക്വയർ, 11 സ്ക്വയർ - 5ന്റെ സ്ക്വയർ, 13 5 12 വലിയ ട്രിപ്ലറ്റ് 146. ഓപ്ഷൻ ഡി. ഇത് നിങ്ങൾക്ക് പേന എടുക്കാതെ ചെയ്യാം. 13 12 5 കണ്ടു കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും, 12. ഇത് നിങ്ങളുടെ പ്രാക്ടീസ് ആണ്. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ. അപ്പൊ ആ ഒരു ഷിഫ്റ്റ് നടന്ന ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റിലെ, കഴിഞ്ഞ വർഷം ചോദിച്ച ഹാർഡസ്റ്റ് ഷിഫ്റ്റ്, ആ ലെവൽ മനസ്സിലായല്ലോ. നിങ്ങൾ ആ ഒരു സമയത്ത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ. എ ബിയും ബി സിയും 2 പോർട്സ് ഓഫ് സർക്കിൾ വിത്ത് സെന്റർ. ഓക്കെ, സെന്റർ O ആയിട്ടുള്ള ഒരു സർക്കിളിനകത്ത് എ ബിയും ബി സിയും, ബോത്ത് പോർട്സ് ആർ ഏതർ സൈഡ് ഓഫ് സൈഡ്. ഓക്കെ, എ ബിയും, ഓക്കെ ഇങ്ങനെയാണെന്ന് വെച്ചോ. സെന്ററിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. ഓക്കെ, ഇങ്ങനെ പറയാം. എ ബിയും ബി സി. ഓക്കെ, എ ബി ഇവിടെയും ബി സി ഇവിടെ അപ്പുറത്ത് വരയ്ക്കാം. കാര്യം എന്ന് വെച്ചാൽ രണ്ടും എങ്ങനെയാണെങ്കിലും വരയ്ക്കാം, കുഴപ്പമില്ല. എ ബിയും ബി സി രണ്ടും അപ്പുറത്തും ഇപ്പുറത്താണ്. ഓക്കെ, എ ബിയും ബി സി ഇത് ഒരു കോഡ്, ഇത് കോഡ്, 2 കോഡ് എന്താണ്, സെന്ററിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. ഓക്കെ, ഏതർ സൈഡ് ഓഫ് O. പോയിന്റ് എ ആൻഡ് പോയിന്റ് സി ആർ കണക്റ്റഡ്. എയും സിയും കണക്ട് ചെയ്തു. പോയിന്റ് എയും സിയും എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. ഇനി എന്താ പറയുന്നത്, പോയിന്റ് എയും പോയിന്റ് സിയും കണക്റ്റഡ് ടു സെന്റർ.
സെന്റർ ഓ. പോയിന്റ് എയും പോയിന്റ് സിയും എന്താണ് സെന്റർ ഓയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. BAO ബി ഈ ഒരു ലൈൻ്റെ ആവശ്യമില്ലായിരുന്നു. BAO ഇതിന്റെ വാല്യൂ വന്നിട്ടുണ്ട് എത്ര? 36. BCO ഇത് വന്നിട്ടുണ്ട് 48. വാട്ട് ഇസ് ദ ഡിഗ്രി മെഷർ ഓഫ് ആംഗിൾ സബ്റ്റൻഡ് ബൈ മൈനർ ആർക്ക് AC? AC എന്ന് പറഞ്ഞാൽ ഇതാണ് മൈനർ ആർക്ക്, ചെറിയ ആർക്ക് സെന്ററിൽ ഉണ്ടാകും. ഈ ആംഗിളാണ് വേണ്ടത്, സെന്ററിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് നോക്കി ജസ്റ്റ് നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ എന്താ അവിടെ ഗുണം എന്ന് പറഞ്ഞാൽ റേഡിയസ് ഈക്വൽ ആണ്. അതായത് ഈ റേഡിയസും ഈക്വൽ ആണ്. ഇതെന്താണ് ഐസോസെൽസ് ട്രയാങ്കിൾ. അപ്പൊ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ട്രയാങ്കിളിൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇത് 48 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 48 ആയിരിക്കും. ഇനി ഇതെന്താണ്? ഇത് ഈക്വൽ ആണ് റേഡിയസ് ആണ്. 36 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 36 ആയിരിക്കും. ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ടോട്ടൽ ABC എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്ര കിട്ടി? 36, 48. അതായത് 70, 76, 84. ഇത് 84 കിട്ടി. അപ്പൊ അതായത് AC എന്ന് പറയുന്ന കോഡ് സർക്കംഫറൻസിന് ഉണ്ടാക്കുന്ന ആംഗിളാണ് 84. അപ്പോൾ AC എന്ന് പറയുന്ന കോഡ് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സർക്കംഫറൻസിന് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഇരട്ടിയായിരിക്കും. അത് 168. ഓപ്ഷൻ ബി. ഇത് സർക്കിൾ എന്ന് പറയുന്ന ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിപ്പിച്ചു ഈ ചാനലിൽ തന്നെ ഫ്രീ ആയിട്ട്. അപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻ ഇതിലെ 25 ഹാർഡസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ 25 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു നമുക്ക് ചെയ്തു. എങ്ങനെയാണ് ഫുൾ മാർക്ക്? നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനുള്ള എങ്ങനെയാണ് ഫുൾ മാർക്ക് എന്ത് ചെയ്യുന്നത് ആൾക്കാർ വാങ്ങുന്നത്? ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എവിടേക്കാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുള്ളതെന്ന് മനസ്സിലാക്കുക. ക്രാഷ് കോഴ്സ് മസ്റ്റ് ആയിട്ടാണ്. ഒരു ബോണസ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് വേണ്ടി ഞാനൊരു ബോണസ് ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ഇത് കുറച്ച് നാൾ മുമ്പ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വൈയുടെ വാല്യൂ ഇതാണെങ്കിൽ 2y⁴, 8y³ 6y², 28y -84. ഇതിന്റെ വാല്യൂ എന്താണ്? അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഇത് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വേറെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ y⁴ കണ്ടുപിടിക്കാൻ നിന്നാൽ y അത് കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് y എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? y എന്ന് പറഞ്ഞാൽ √4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. 2 1 3 3 + √3 ആണ്. അപ്പൊ വൈയുടെ വാല്യൂ 3 + √3 ആണ്. എന്നാൽ 2y⁴. അപ്പൊ y⁴ വേണം, വൈയുടെ ക്യൂബ് വേണം. ഇതിന്റെ ക്യൂബ് കണ്ടുപിടിക്കണം, ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, ഇതിന്റെ y കണ്ടുപിടിക്കണം. ഇത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങി എഴുതി എത്ര സ്പീഡ് ചെയ്താലും നിങ്ങളുടെ ഒരു 2-3 മിനിറ്റ് 2 മിനിറ്റ് കൂടുതൽ എന്ത് ചെയ്യുന്നു എന്തായാലും എടുക്കുന്നത് എത്ര കാൽക്കുലേഷൻ സ്പീഡ് ഉള്ളവരായി. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കാണിക്കുന്നത്. ബെസ്റ്റ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാം? ഇതിന്റെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുക, ഓപ്ഷൻ നോക്കുമ്പോൾ എന്താണ്? എല്ലായിടത്തും √3 ഉണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ ബാക്കി എല്ലാ ടൈമും വെട്ടിപ്പോകും. എന്നാൽ √3 ഉള്ള ടൈം മാത്രം എന്ത് ചെയ്യും? അവിടെ നിൽക്കും. അപ്പൊ എല്ലാത്തിലും √3 ഉള്ള ടൈമിനെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ഇവിടെ എന്ത് വേണം? നമുക്ക് y എന്ന് പറഞ്ഞാൽ 3 + √3 ആണ്. ഇവിടെ ഒരു √3 ഉണ്ട്. ഇനി y² ചെയ്യുമ്പോൾ എന്ത് വരും? 9 + 3 ² 9 √3 ² 3 12 a² + b² + 2ab ആണ്. a² + b² 12 + 2ab 2 × 3 × √3 6√3 വരും. ഇനി y³ എന്ന് പറഞ്ഞാൽ എന്താണ്? y³ ഉണ്ട്, y⁴ ഉണ്ട്. y³ എത്ര എന്താ വരുന്നത്? ഇത് രണ്ടും വേണം. കാര്യം ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ പറ്റും. കാര്യം y-ന്റെ y² y കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരത്തുള്ളൂ? y³ എടുത്തുള്ളൂ. അത് y-യുടെ ക്യൂബ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ക്യൂബിലോട്ട് പോകണം. y × y² കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y³ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് മതി? √3യുടെ ടൈം മാത്രം മതി. ഇത് നോക്കേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് ഫൈനലിൽ എന്ത് വരും? ബാക്കിയെല്ലാം വെട്ടിപ്പോകും. മനസ്സിലായോ? അങ്ങനെയാണ് √3 മാത്രം ഇവിടെ നിൽക്കുന്നത്. √3യുടെ ടൈം എന്താ വരുന്നത്? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 6√3 18 √3. ഇവിടെ 12 × √3 12 √3. 18 √3 12 √3 എത്ര? 30 √3. ബാക്കി ഇവിടെ എന്തോ വന്നോട്ടെ, നമ്മൾ വി ഡോണ്ട് കെയർ. ഓക്കെ, y³ 30 √3. ഇനി y⁴ ഇതിന്റെ സ്ക്വയർ ചെയ്യോ? ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇതിന്റെ സ്ക്വയർ എന്തോ ആയിക്കോട്ടെ, ഇതിന്റെ സ്ക്വയർ എന്തോ ആയിക്കോട്ടെ പ്ലസ് 2ab എന്ന് പറയുമ്പോൾ 2 × 12 24 144 √3. അപ്പൊ ഇത്രയും √3 ടേംസ് ആണ്. y-ല് √3 വരും, y² 6√3 വരും, y³ 30 √3 വരും, y⁴ 144 √3 വരും. ഇനി നമുക്കൊന്ന് നോക്കാം. നമുക്ക് വേണ്ടുന്ന സാധനത്തിന് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 2 × y⁴. 2 × y⁴ y⁴ 144 √3 ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്ത് വന്നു? 288 √3 വന്നു. അത് നമ്മൾ എഴുതുന്നില്ല. മൈനസ് 8 y³ 8 കൊണ്ട് ഗുണിക്കണം. 8 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താവും? 8 × 30 240 √3 വരും. മൈനസ് 6y². y²നകത്ത് 6√3 ആണുള്ളത്. അങ്ങനെ 6 കൊണ്ട് ഗുണിക്കണം. എത്ര? മൈനസ് അല്ലേ? മൈനസ് 6y². y²നകത്ത് 6√3 ആണ്. 6 × 6 36. ഇനി എന്താ? പ്ലസ് 28 × y. 28 × y എന്ന് പറയുമ്പോൾ 28. ഇവിടെ y-ല് √3 ആണ്. 28 √3 അപ്പൊ എന്ത് കിട്ടും? ഇത് 240 36. ഈ മൈനസ് 276 288 286 12 28 എത്ര വരും? 40 വരും. അതായത് 40 √3 ആയിരിക്കും നമ്മുടെ ആൻസറിലുള്ളത്. നമ്മൾ ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഇതാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. എത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒരു അപ്രോക്സിമേറ്റഡ് മെത്തേഡ് ഉണ്ട്. ഇത് മതി. ഇപ്പൊ ബോണസ് ക്വസ്റ്റ്യൻ കിടിലൻ ക്വസ്റ്റ്യൻ ആണ്, ഹാർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഫൈനൽ ലാപ്പിന്റെ ഫസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ഹാർഡസ്റ്റ് ആയിട്ടുള്ള സെക്കൻഡ്
എനിക്കൊന്ന് 2 ഓഗസ്റ്റിലെ ഷിഫ്റ്റ് ആണ്, ഇത് 11 ഓഗസ്റ്റിലെ ഷിഫ്റ്റ് 4 ആയിരുന്നു. ഓക്കെ, അപ്പൊ അതും ചെയ്യും. അതിൻ്റെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ കിടലും ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെ 52 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി മിക്സഡ് പ്രാക്ടീസ് ചെയ്യും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മുന്നത്തെ ക്ലാസ്സുകളെല്ലാം കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ആയിട്ട് പറയാം. ഈ വെറൈറ്റി അപ്പൊ അതിനാണ് നിങ്ങൾ വേറെ എവിടെ നോക്കിയോ ഇങ്ങനത്തുള്ള ക്ലാസ്സുകൾ കിട്ടത്തില്ല, ഞാൻ ഉറപ്പ് തരാം. അത് നിങ്ങൾക്ക് വേറെ സെർച്ച് ചെയ്യാവുന്നതാണ്. സിമിലർ CHSന്റെ ക്ലാസ്സിലായിട്ട് നോക്കിയാൽ മതി, ഏത് ലെവലിലാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം മനസ്സിലാവും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും കിടിലം മെത്തേഡ്സുമായിട്ട് കാണാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ കമന്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൂടുതൽ ക്ലാസ് ഇനി CGL വേണ്ടി ക്ലാസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടാറ്റ. ഓക്കെ, നന്നായിട്ട് പഠിക്കും.